എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഇന്നത്തെ വീഡിയോയിലെ വിഷയം ജോലിക്കിടയിൽ ഷോക്കേറ്റു, KSEB ജീവനക്കാരന് ദാരുണാന്ത്യം. ഇത് തൃശ്ശൂര് കൈപ്പമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം 12:30 നടന്നൊരു അപകടമാണ്. അതിൽ 43 വയസ്സുള്ള തമ്പി എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. ഇദ്ദേഹം 11 kV ലൈനിലെ ഇൻസുലേറ്റർ മാറ്റി സ്ഥാപിക്കുന്ന പണിയുമായി ബന്ധപ്പെട്ട ആളായിരുന്നു. ഇലക്ട്രിക് വർക്കർ ആയിരുന്നു. ഇതിലെ ഒരു ഏരിയൽ ട്രോളിയുടെ അതിന്റെ ഫൈബർ ബക്കറ്റിൽ കയറിയിരുന്നാണ് ഇദ്ദേഹം ഈ വർക്ക് ചെയ്യുവാൻ ശ്രമിച്ചതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യവേ കൈ ലോ ടെൻഷൻ ലൈനിൽ തട്ടിയപ്പോഴാണ് ഷോക്ക് ഏറ്റത്. അതുവഴിയാണ് മരണപ്പെട്ടതെന്നും പറയുന്നു. അപകട സമയത്ത് സബ് എഞ്ചിനീയറും മറ്റൊരു ജീവനക്കാരനും സ്ഥലത്തുണ്ടായിരുന്നു എന്നുണ്ട്. ഈ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വരുന്ന സപ്ലൈ ചളിക്കാട് പള്ളിനടയിലുള്ള ട്രാൻസ്ഫോമർ ഓഫാക്കിയ ശേഷമാണ് ഇദ്ദേഹം ആ ജോലിക്ക് കയറിയത്. ഇവിടേക്ക് വൈദ്യുതി എത്തുന്നത് മറ്റൊരു ട്രാൻസ്ഫോമറിൽ നിന്നാണ്. അപ്പോൾ ഇവർ ഓഫ് ചെയ്ത ട്രാൻസ്ഫോമറിൽ നിന്നല്ല ഇദ്ദേഹം കയറിയ പോസ്റ്റിലെ LT ലൈനിലേക്ക് സപ്ലൈ വരുന്നത്, ലോ ടെൻഷൻ ലൈനിലേക്ക് സപ്ലൈ വരുന്നത്. ഇദ്ദേഹം ഈ കൈപ്പമംഗലം സെക്ഷനിൽ 1 വർഷത്തിന് മുമ്പാണ് എത്തിയത്. ഈ വാർത്തയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. കാരണം എന്നെ കേൾക്കുന്ന KSEBയിലെ വർക്കർമാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് ഈ കഴിഞ്ഞ ജൂലൈ 24 ഇതേ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെ നമുക്ക് നഷ്ടപ്പെട്ടതാ. തമ്പിക്ക് 43, ഇദ്ദേഹത്തിന് 42 ആയിരുന്നു. വിനോദ് കുമാർ. ഇത് സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാനിവിടെ തരാം. അപ്പൊ ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കണം. വളരെ ദയനീയമായുള്ള അപകടങ്ങളാണ് നമ്മുടെ മുൻപിൽ നടക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാരെ നമുക്ക് രക്ഷിക്കേണ്ടതുണ്ട്. എന്താണ് ഇവരുടെയൊക്കെ അപകടത്തിന് കാരണം? ശരിക്കും ഓരോ അപകടങ്ങൾ പരിശോധിച്ചാലും അവരുടെ സെൽഫ് റെസ്പോൺസിബിലിറ്റി എന്ന് നമുക്ക് പറയുവാൻ പറ്റത്തില്ല. അവർക്ക് പങ്കില്ലാതില്ല. അവരുടേതായ ഉത്തരവാദിത്വം ഒന്നുകൂടി സപ്ലൈ ചെക്ക് ചെയ്തിട്ട് ജോലി ചെയ്തുകൂടി. ഈ അപകടത്തിൽ LT ലൈനിൽ നിന്നാണ് ഷോക്ക് അടിച്ചതെന്ന് പറയുന്നു. LT ലൈനിൽ സപ്ലൈ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലൊരു സാധാരണ ടെസ്റ്റർ ഉണ്ടായിരുന്നാൽ മതി. അതും ഇല്ലാതെ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ പോലും ശ്രദ്ധിക്കാതെയാണ് ഇവിടെ ഈ അപകടം നടന്നത്. ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുവാനായിട്ട് വേണ്ടിയാണ് സ്കൈ ലിഫ്റ്റ് അല്ലെങ്കിൽ ഒരു മൊബൈൽ ക്രെയിൻ വാങ്ങിയിട്ടുള്ളത്. കേരളത്തിലെ എനിക്ക് തോന്നുന്ന ഒട്ടുമിക്ക സെക്ഷനിൽ ഇപ്പോൾ ഇത് എത്തിക്കാണും. ഇത് അപകടങ്ങൾ കുറയ്ക്കാനാണ് പർച്ചേസ് ചെയ്ത് എല്ലാ സെക്ഷനിലും കൊടുത്തത്. തീർച്ചയായിട്ടും അതുകൊണ്ട് അപകടങ്ങൾ കുറയുന്നുണ്ട്. പക്ഷേ അതുവഴി വന്ന ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്കൈ ലിഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ജോലി ചെയ്യവേ അല്പം അശ്രദ്ധ കൊണ്ട് വന്ന ആദ്യത്തെ അപകടമാകാം ഈ സംഭവം. എവരി ക്രെയിൻ വാങ്ങിച്ച അല്ലെങ്കിൽ സ്കൈ ലിഫ്റ്റ് വാങ്ങിച്ചതിന്റെ ഉദ്ദേശം തന്നെ പറയുന്നത് അപകടങ്ങൾ ഒഴിവാക്കാനായിട്ടാണ്. മഴയിലും വെയിലുമൊക്കെ പോസ്റ്റിന്റെ മുകളിൽ കയറി വളരെ വേഗത്തിൽ തകരാറുകൾ പരിഹരിക്കേണ്ട ജോലി ഏറെ അപകടം നിറഞ്ഞതാണ്. ലിഫ്റ്റ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ സുരക്ഷിതമായ ജോലികൾ ചെയ്യുവാൻ കഴിയും. വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ലിഫ്റ്റ് യഥേഷ്ടം തിരിക്കാനും ചലിക്കാനും കഴിയും. ലിഫ്റ്റിന് മുകളിൽ ഒരു ബക്കറ്റ് മാതൃകയിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് സുരക്ഷിതമായി ജോലി ചെയ്യുവാൻ കഴിയും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ ഫൈബർ ബക്കറ്റാണ്. ഇത് മെറ്റീരിയൽ ഫൈബറാണ്. അബദ്ധത്തിൽ ഇതിന്റെ ബോഡിയിലൊരു ലൈനുമായിട്ടൊരു ടച്ച് വന്നാലും ഷോക്ക് അടിക്കുവാനുള്ള സാധ്യത കുറവാണ്. അതുവഴി അപകടം ഉണ്ടാകത്തില്ല. പിന്നെ ഈ വണ്ടി അത് ടയറിലാണ്. ടയറിൽ ഉള്ള ഒരു വണ്ടിയിൽ ഇരിക്കുന്ന ലിഫ്റ്റില് ജോലി ചെയ്യുന്ന ഒരാൾക്ക് സാധാരണ രീതിയിൽ ഒരു ലൈൻ ടച്ച് വന്നു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കേണ്ടതില്ല. കാരണം ഇതൊരു ഇൻസുലേറ്ററാണ്.
നമ്മൾ മിന്നൽ വരുമ്പോഴും ഒരു വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഏത് സ്ഥിതിയിലാണോ, അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ മുകളിൽ ഒരു ലൈൻ പൊട്ടി വീണാൽ എങ്ങനെയാണോ, അതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാറുണ്ട്. ഈ റബ്ബർ ടയറാണ് കാരണം. ഇവിടെയും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ അപകടം നടന്നത്? ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ 2 ഭാഗം സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് ആ LT ലൈനിലെ ഫേസിലും ന്യൂട്രലിലും തട്ടിയിരിക്കാം. അതായിരിക്കണം അപകട കാരണം. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം 7 പേര് KSEB സ്റ്റാഫ് മരിച്ചിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ഇത് കുറവാണ്. KSEB സ്റ്റാഫ് പണ്ടത്തെ കണക്ക് അപകടത്തിൽ കൂടുതൽ ചെന്നപ്പെടുന്നില്ല. കാരണം അവർക്ക് ഒരുപാട് ബോധവൽക്കരണ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെയും ഇതുപോലുള്ള അപകടങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും ഒരു അശ്രദ്ധ അവിടെ വരുന്നുണ്ട്. ആ അശ്രദ്ധ അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ അപകടത്തിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? നമ്മുടെ ഈ വർക്കേഴ്സിൻ്റെ എന്നല്ല, നമ്മൾ സബ് എഞ്ചിനീയർ ആയാലും ഓവർസിയർ ആയാലും ലൈൻമാൻ ആയാലും ഇവരുടെ എല്ലാം ഡ്യൂട്ടി തീരുമാനിച്ചുകൊണ്ട് KSEB ഇറക്കിയ ഉത്തരവിൻ അറ്റാച്ച് ചെയ്ത ഒരു അനക്സറാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. ഇതിനകത്തൊരു വർക്കറുടെ ജോലിയെ പറ്റി പറയുന്നുണ്ട്. അവരുടെ സുപ്പീരിയേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഏത് ജോലിയും അവർ ചെയ്യണം. പക്ഷേ ആ സുപ്പീരിയേഴ്സ് തീരുമാനിക്കണം ഇവർ ആ ലൈനിൽ കയറി ജോലി ചെയ്യേണ്ട പ്രാപ്തി ഉണ്ടോ, അതിനുള്ള വിവരമുണ്ടോ, അതല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യിച്ചെടുക്കണം ഈ സുപ്പീരിയേഴ്സ്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഓരോ ലൈനിലെയും ലൈൻമാൻ്റെ ഉത്തരവാദിത്വം എന്താണ്, ഓവർസിയറുടെ ഉത്തരവാദിത്വം എന്താണ്, ഇങ്ങനെല്ലാം ഈ ഓർഡറിൽ പറയുന്നുണ്ട്. ഇതിൽ ഓവർസിയറുടെ ഡ്യൂട്ടിയിൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക: അറ്റൻഡിങ് LT സപ്ലൈ ഇന്ററപ്ഷൻ ആൻഡ് HT അണ്ടർ സൂപ്പർവിഷൻ. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന അപകടത്തിൽ HTയിലെ മെയിൻ്റനൻസ് അവിടെ നടന്നത്. അവിടെ ഓവർസിയർ ഉണ്ടായിരുന്നോ, അവിടെ സബ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്കിതുപോലുള്ള അപകടങ്ങൾ അതിൻ്റെ സാഹചര്യങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കാം. ഈ പത്തനാപുരത്ത് നടന്ന വിനോദിന്റെ അപകടത്തിൽ ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തതാണ്. ഇവിടെ ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുക, കാരണം നമുക്ക് ഈ നഷ്ടങ്ങൾ വന്നുകൂടാ. ഇതുപോലുള്ള അപകടത്തിന് കാരണങ്ങൾ എന്താണ്? നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഒന്ന് ചർച്ച ചെയ്യാം. വൈദ്യുതി വിതരണം സംബന്ധിച്ചുള്ള ഓരോ ഭാഗങ്ങളിലും അവ ഏത് ഭാഗത്താണ് വൈദ്യുതി വിതരണം നടത്തുന്നത് എന്ന് അടയാളപ്പെടുത്തണം. അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ സെക്ഷനിൽ ഇപ്പോൾ ഇവിടെ ഈ അപകടം നടന്ന തമ്പി അവിടെ സെക്ഷനിൽ വന്നിട്ട് 1 വർഷമായതേ ഉള്ളൂ. അവിടെ ഏതൊക്കെ ട്രാൻസ്ഫോമറിൽ നിന്നാണ് എങ്ങോട്ടൊക്കെ സപ്ലൈ പോകുന്നു എന്നുള്ളത് വ്യക്തതയില്ല. ഇവിടെ LT ലൈനിലെ സപ്ലൈ ഉണ്ടെന്നുള്ളത് ബന്ധപ്പെട്ട സബ് എഞ്ചിനീയറോ അല്ലെങ്കിൽ ഈ ലൈൻമാനോ, ഒരുപക്ഷെ താഴെ നിന്ന് ഒരു ലൈൻമാൻ ആയിരിക്കാം, വർക്കർ പോസ്റ്റ് കയറി. അപ്പൊ ഇവർക്കൊന്നും അറിയില്ലേ അവിടെ LT ലൈനിലെ സപ്ലൈ ഉണ്ടായിരുന്നു എന്നുള്ളത്? അത് വേറൊരു ട്രാൻസ്ഫോമറിൽ നിന്നാണ് ഫീഡ് ചെയ്യുന്നതെന്ന് എന്തുകൊണ്ട് ഇവർ അറിയാതെ പോയി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു സ്കെച്ച് കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഒരു വർക്ക് ചെയ്യാനായിട്ട് സൈറ്റിൽ പോകുമ്പോൾ ആ സ്കെച്ചിൻ്റെ ഒരു കോപ്പിയും കൂടെ അവർ കൊണ്ടുപോകണം. പിന്നെ ഞാൻ പറയുന്നത് സൂപ്പർവിഷനാണ്. വർക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള സൂപ്പർവിഷൻ പറയുന്നുണ്ട്. താഴെ ആളുണ്ടായിരിക്കണം, അവർ ആണ് വർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവിടെ സബ് എഞ്ചിനീയർ വന്നത് ഒരു പക്ഷേ ആ കാരണത്താലാകാം. ഇനി അടുത്തത് എർത്തിങ് ആണ്. നമ്മൾ കൃത്യമായിട്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ KSEBയിലുള്ള എല്ലാ ആൾക്കാർക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഒരു പോയിന്റിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ 2 സൈഡിലും, ആ പോസ്റ്റിൻ്റെ 2 സൈഡിലും, അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യുന്ന ഭാഗത്തിൻ്റെ 2 വശത്തും ഇതുപോലെ എർത്ത് ചെയ്ത്, ഷോർട്ട് ചെയ്ത്, എർത്ത് ചെയ്ത് വേണം ചെയ്യാൻ. അതിനെ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻസുലേറ്റർ മാറ്റുമ്പോൾ ഒരു കാരണവശാലും അപകടം ഉണ്ടാകത്തില്ല. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞു അപ്പുറത്തെ ട്രാൻസ്ഫോമറിൽ നിന്ന് ഫീഡ് ചെയ്യുന്ന LT ലൈൻ ഈ പോസ്റ്റിലൂടെ വന്നതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്ന് പറഞ്ഞു. അത് തന്നെ ആകണമെന്നില്ല, അടുത്തുള്ള ഒരു ജനറേറ്റർ ഓണാക്കിയാലും മതിയല്ലോ. അപ്പം അങ്ങനെ അപകടം നടക്കാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് ചെയ്തിരിക്കണം. പിന്നെ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ മറ്റ് ഫോൺ വിളികൾ ഒഴിവാക്കുക. അത്യാവശ്യമുള്ള ഫോണുകൾ നമ്മൾ എടുത്തിരിക്കണം. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഈ അപകടങ്ങളിൽ നമുക്ക് പബ്ലിക്കിനും കുറച്ച് റോളുണ്ട്. ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ നിരന്തരമായിട്ട് ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ബ്രേക്ക് ചെയ്യണം. കാരണം നമുക്കും ഇത് ബാധിക്കുന്നതാണ്.
ചിലപ്പോൾ ഈ ഇതുപോലെ അപകടത്തിൽപ്പെടുന്നത് നമ്മുടെ രക്തബന്ധമായിരിക്കും. അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരരുത്. ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫോൺ മാറ്റി വയ്ക്കുക. പിന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. എന്തൊക്കെയാണ്? സുരക്ഷാ ബെൽറ്റ്, ഹെൽമറ്റ്, ഗ്ലൗസ് ഇതെല്ലാം ഉപയോഗിക്കുക. വൈദ്യുതി ഉണ്ടോ എന്ന് ടെസ്റ്റ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിശോധിക്കുക. 11 kV സപ്ലൈ ആണെങ്കിൽ അവർ ടെസ്റ്റ് ചെയ്യണം. അവിടെ ഓഫ് ചെയ്താൽ മാത്രം പോരാ, അതിന് ടെസ്റ്റിംഗ് എക്യുപ്മെന്റ് അവർക്കുണ്ടായിരിക്കണം. അത് വെച്ച് ലൈനിൽ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ വർക്ക് ചെയ്തു തുടങ്ങാവൂ. ഇത് പ്രത്യേകിച്ച് ലൈനിൽ കയറുന്ന ലൈൻമാൻ അല്ലെങ്കിൽ വർക്കറോട് ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അതിന് മുൻപ്, നിങ്ങൾ ആ ലൈനിൽ തൊടുന്നതിന് മുൻപ് സപ്ലൈ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം വർക്ക് തുടങ്ങുവാൻ. പിന്നെ ജോലി ചെയ്യേണ്ട ലൈനിലെ ഫ്യൂസാണ് ഇളക്കിയത് എന്ന് ഉറപ്പ് വരുത്തുക. ഡബിൾ ചെക്ക് ചെയ്യുക, അത് തന്നെയാണോ എന്ന് ഒന്നും കൂടി ഉറപ്പ് വരുത്തുക. അതുപോലെ ലൈൻ മാറി കയറി ഷോക്ക് അടിക്കുക, അത് സംഭവിക്കാം. കാരണം സപ്പോസ് ഇതൊരു ഇന്റർലിങ്കിങ് പോസ്റ്റാണ്. ഇവിടെ ഈ പോസ്റ്റ് കയറി വർക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു സൈഡിൽ അപ്പുറത്തെ ട്രാൻസ്ഫോമറിൽ നിന്നും മറ്റേ സൈഡിൽ ഇപ്പുറത്തെ ട്രാൻസ്ഫോമറിൽ നിന്നും. അപ്പോൾ ഈ ലൈനിൽ കയറി വർക്ക് ചെയ്യുമ്പോൾ അവർ ഒരു സൈഡിൽ ഓഫ് ചെയ്യും, മറ്റേ സൈഡ് ഓഫ് ചെയ്യത്തില്ല. അപ്പൊ ഇന്റർലിങ്കിങ് പോസ്റ്റിൽ കൃത്യമായിട്ട് ഇതുപോലുള്ള ബോർഡുകൾ സ്ഥാപിക്കണം. ആ പോസ്റ്റിൽ സപ്ലൈ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുകയും വേണം. ഇതുപോലെ AB സ്വിച്ച് മാറി ഓഫ് ചെയ്ത് ഷോക്ക് അടിക്കുക, അത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. AB സ്വിച്ചുകൾ മാറി, അതായത് ഈ പറഞ്ഞത് തന്നെയാണ്, ട്രാൻസ്ഫോമർ ഇപ്പുറത്തെ ട്രാൻസ്ഫോമർ ഓഫ് ചെയ്യാൻ വേണ്ടി ഈ ട്രാൻസ്ഫോമറാണ് അവൻ ഉദ്ദേശിച്ചതെങ്കിലും പക്ഷെ അവൻ ഓഫ് ചെയ്യാൻ പോയ AB സ്വിച്ച് മാറിപ്പോയി. അങ്ങനെ അപകടങ്ങൾ വരുന്നുണ്ട്. അതുപോലെ AB സ്വിച്ച് ഓഫ് ചെയ്താലും അതിന്റെ ബ്ലേഡുകൾ കംപ്ലീറ്റ് മാറണമെന്നില്ല. ചിലപ്പോൾ ഒരു ബ്ലേഡ് കംപ്ലൈന്റ് ആയി അത് ലൈൻ മാറാതിരിക്കും. അവിടെ നമ്മൾ കൃത്യമായിട്ട് കണ്ണുകൊണ്ട് നേരിട്ട് നോക്കി ഒബ്സർവ് ചെയ്യണമെന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് അത് ഡയറക്ഷൻ ഉണ്ട് നമുക്ക്. പിന്നെ ഇന്റർലിങ്കിങ് പോസ്റ്റ് കൃത്യമായി അടയാളപ്പെടുത്താതെ വഴി ഉണ്ടാകുന്ന അപകടങ്ങൾ, അത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ. പിന്നീട് ഒരു വർക്കർ, അവർക്ക് ജോലിക്ക് പോകുമ്പോൾ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് അവരെ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ജോലികൾ. ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ സീനിയർ ഓഫീസേഴ്സ് നൽകുന്ന വർക്കാണ് അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ അതുകൂടാതെ ഇത് KSEB നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗൈഡ് ലൈനാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നുണ്ട്. നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക. നിങ്ങളിത് ഈ വീഡിയോ കാണുമ്പോൾ ഇത് പോസ്റ്റ് ചെയ്ത് നിർത്തി മൊത്തം വായിച്ചു നോക്കുക. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് KSEB ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആൾക്കാരോടാണ്. പിന്നെ അതുപോലെ അപകടത്തിൽ പെട്ട് കിടക്കുന്ന ഒരാളിനെ നിങ്ങൾ ഒരു കാരണവശാലും പെട്ടെന്ന് ചെന്ന് തൊടുകയോ മറ്റൊരു അപകടം ആവർത്തിക്കപ്പെടുകയോ ചെയ്യരുത്. ഇത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള വിവരമാണ്. ഇത് നിങ്ങൾ വായിക്കുക. അപ്പോൾ ഈ തരത്തിൽ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടി നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ കടമയുണ്ട്. ഒരു പബ്ലിക് ആയാലും അവിടെ നിന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ലൈൻ പൊട്ടി വീണ് കിടക്കുമ്പോൾ അവിടെ നമ്മൾ ആര് കാണുന്നു അവിടെ അവരൊരു വേലി, മനുഷ്യർ തുടർന്ന് അതിലെ നടന്നു പോകാത്ത തരത്തിൽ അവിടെ ഒരു വേലി പോലെ സൃഷ്ടിക്കുക. അപ്പം ഇതുപോലുള്ള അപകടങ്ങൾ ആവർത്തിക്കപ്പെടരുത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. ദയവായി ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കുക. കൂടുതൽ ആൾക്കാർ ഈ വിവരങ്ങൾ അറിയട്ടെ. കൂടുതൽ ആൾക്കാർ വൈദ്യുതി സുരക്ഷയെപ്പറ്റി ബോധവാന്മാരാകട്ടെ. ഈ അപകടം ഇന്ന് മറ്റൊരാൾക്കാണെങ്കിൽ നാളെ നമുക്കായി കൂടായികയില്ല. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള വൈദ്യുതി സുരക്ഷ വീഡിയോകൾ കൂടാതെ ധാരാളം ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള, ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, സോളാർ ഇൻസ്റ്റലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം വീഡിയോസ് ഉണ്ട്. ഇനി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ക്ഷമയോടെ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.